ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ജസ്റ്റ് എഫ് സി മൊബൈലിന്റെ ഒരു ഗെയിം പ്ലേ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് നമ്മുടെ അക്കൗണ്ട്, നമ്മുടെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇതാണ് കേട്ടോ. ജസ്റ്റ് വീഡിയോ കിട്ടുമെന്ന് മാത്രം. ഇതാണ് നമ്മുടെ ഇപ്പം നിലവിലത്തെ അക്കൗണ്ട്. ചെറിയ ചെറിയ അപ്ഗ്രേഡ്സ് ഒക്കെ വരാൻ നിൽക്കുന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ നോർമൽ അക്കൗണ്ട്. ലെഫ്റ്റ് വിങ് സ്മോൾ സ്ട്രൈക്കർ 4 ലൈൻ, റൈറ്റ് വിങ് എസ്റ്റാവിയോ. ഈ എസ്റ്റാവിയോനൊക്കെ ഷാർഡ് കൊടുത്ത് എടുത്താ കേട്ടോ. നമ്മുടെ മാറ്റേണ്ട പ്ലേയേഴ്സ് ഗോളിയെ മാറ്റണം, പിന്നെ ഈ മൊണ്ടിയലിനെ മാറ്റണം, പിന്നെ മാസ്ഡോയി സെന്റർ ബാക്ക് അവനെ മാറ്റണം വേണ്ടിട്ടാണ്. അപ്പൊ നമ്മുടെ പ്ലാൻ അനുസരിച്ച് 4 ലൈനെ നമ്മൾ മാറ്റുന്നതായിരിക്കും. ഇതിപ്പോ ഈ 4 ലൈനെ എനിക്ക് ഫ്രോസ്റ്റി ചലഞ്ച് കളിച്ചപ്പോൾ കിട്ടിയതാണ് കേട്ടോ. അപ്പൊ ഈ 4 ലൈനെ മാറ്റിയിട്ട് ഞാൻ നെതർലാൻഡിന്റെ ഇവന്റിൽ നിന്ന് നമ്മുടെ പുതിയൊരു 114 സ്ട്രൈക്കർ എടുക്കാൻ പറഞ്ഞിട്ടാണ്. നിസ്ലർ റൂ ഇവന്റ് ഇവനെയാണ് നമ്മൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. നല്ല കാണിക്കാനുള്ള ബാഡ്ജസ് 3 ബാഡ്ജ് ഉണ്ട് കേട്ടോ. ഒന്ന് നമുക്ക് എക്സ്ട്രാ ടൈം കറക്കിയപ്പോ കിട്ടിയതാണ്, ബാക്കി നമ്മൾ കളിച്ചെടുത്തത്. റിസർവിൽ ഉള്ള പ്ലേയേഴ്സ് ഇതൊക്കെ കേട്ടോ. ഞാൻ കുറെ ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇനി എന്റെ കളക്ഷൻ കാണിച്ചു തരാം. ബോളിന്റെ കളക്ഷൻ ഞാൻ പഴയ ഓൾഡ് പ്ലെയർ ആയിട്ട് 2022-23 ആ ഒരു റേഞ്ചിൽ കളിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നാണ് കേട്ടോ. പുതിയ ഈ സീസൺ വന്നപ്പോൾ അക്കൗണ്ടൊക്കെ പോയപ്പോൾ ആ ഒരു ഗ്യാപ്പ് മാത്രം വന്നപ്പോൾ പിന്നെ കളിക്കാൻ തുടങ്ങിയതാണ്. ഇതാണ് നമ്മുടെ ബോൾ കളക്ഷൻ. ഇതൊക്കെ ഇപ്പൊ കിട്ടിയതാണ്. ഫൗണ്ടേഴ്സിന്റെ ഒക്കെ അപ്പൊ കളിക്കുന്ന കിട്ടിയതാണ്. ഉപയോഗിക്കുന്ന നോർമൽ നൈറ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ ബോളാണ്. റിയലിസം ഉണ്ട്, അപ്പൊ അതുകൊണ്ട് എടുത്തതാണ് ജസ്റ്റ്. ഇത് എനിക്ക് ഇഷ്ടമാട്ടോ. ഈ എഫ് സി മൊബൈലിന്റെ ഇതെനിക്ക് ഇഷ്ടമാണ്. പിന്നെ അടുത്ത് നമ്മുടെ ഇമോട്ടാണ് പലരുടെയും അങ്ങനെ ഒരു കാണാറില്ല. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് കളിച്ച് കിട്ടുന്ന സംഭവമല്ല. അതായത് പഴയ ഓരോ ഇവന്റുകൾ വരുമ്പോൾ ആ ഇവന്റുകളിൽ നിന്ന് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇതൊക്കെ പണ്ടത്തെ റെട്രോ സ്റ്റാർ പറഞ്ഞ ഇവന്റിനൊക്കെ കിട്ടിയതാണ് എനിക്ക്. ഇതൊക്കെ പണ്ടത്തെ ഇവന്റ് ആയിരുന്നു. ഈ ഇവന്റ് ഇതൊക്കെ ഇപ്പൊ കിട്ടിയതാണ്. ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല, അൺലോക്ക് ആയിട്ടില്ല. ഇതൊക്കെയാണ് പിന്നെ അടുത്തത് നമ്മുടെ കിറ്റ് കാണിച്ചു തരാം. കിറ്റ് ഇതൊക്കെ ആയിട്ടാണ് കിറ്റ്. സെക്കൻഡ് ആനിവേഴ്സറി കിറ്റ് ഒക്കെ ഉണ്ട് നമ്മുടെ. ഇതൊക്കെ നമുക്ക് നോർമൽ ആയിട്ടുള്ള കിറ്റുകളാണ്. ബാംഗ്ലൂരു. ഇപ്പൊ ഞാൻ ബാംഗ്ലൂരു ടീം ജസ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത് കാരണം എന്റെ സ്ട്രൈക്കറിനും ഫുൾ സെക്രട്ടറി ആയിരുന്നു. ഞാൻ അറിയാതെ ആ രീതിയിൽ വെച്ചുപോയതാണ്. നമ്മുടെ എഫ് സി മൊബൈലിന്റെ മാത്രം കിട്ടുന്ന സംഭവമാണ്. ഇവിടെ ഉണ്ടാവുമായിരിക്കും. ഈ ഫൗണ്ടേഴ്സ് ഈ ഒരു കിറ്റാണ് നമുക്ക് കഴിഞ്ഞ സീസൺ ലാസ്റ്റോടെ നമുക്ക് കിട്ടിയത്. നമുക്ക് ഇനിയുള്ള കളക്ഷൻ ഇവിടെ ബാഡ്ജ് കൊടുത്തിട്ട് ഇതൊക്കെ നമുക്ക് ഇപ്പൊ കിട്ടിയതാണ്. ക്യാപ്റ്റൻസിന്റെ ഇപ്പൊ അടുത്ത ടോട്ടിലുള്ള അതും അതിനെ കുറിച്ച് ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത്. ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ കണ്ടിട്ട് വേണം. കുറച്ച് ഓൾഡായിരുന്ന സംഭവമാണ്. കണ്ടിട്ട് ഒരു ലോകമാണ്. പിന്നെ ഇപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഇവന്റിൽ നമുക്ക് കാണാം. നമ്മുടെ ലോഗ് റിവാർഡ്സ് പോയി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഒരു എത്ര ദിവസം എടുക്കും? ഒരു 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോട്ടി ഇവന്റ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഇവിടെ ടോട്ടിയുടെ ഓരോ പാക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആണല്ലേ? അപ്പൊ ടോട്ടിൽ ഇവിടെ കുറച്ച് പാക്സ് കാണാം. അതിനർത്ഥം ടോട്ടി ഇവന്റ് നമുക്ക് അടുത്തായിട്ട് വരും. അപ്പൊ അതിൽ നല്ല ഓവർ കൂടാനുള്ള സാധ്യതയുണ്ട്. അതായത് 115 മുതൽ 117 വരെയുള്ള ഓവർ കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ സമയം നമുക്ക് ജെംസ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അതിലൂടെ ജെംസ് നമുക്ക് എടുത്ത് വെച്ച് കറക്കാൻ പറ്റും. കുറച്ച് OR പ്ലേയേഴ്സ് കിട്ടാൻ കുറച്ച് ചാൻസ് കൂടും. അപ്പൊ ഞാൻ ഇപ്പോൾ ജെംസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എൻ്റെ 18,000 ഉണ്ട്. അപ്പൊ നമുക്ക് ജെംസ് ഇപ്പൊ എളുപ്പത്തിൽ കിട്ടണമെങ്കിൽ ചാലഞ്ചസ് ഇപ്പൊ ഫ്രോസ്റ്റി ചാലഞ്ച് ഇപ്പൊ 4ാമത്തെ ചാലഞ്ച് വന്നു. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് ഇതിലിപ്പോ 3ാമത്തെ ഗെയിംസ് ക്വാർട്ടർ ഫൈനൽസ് ഭയങ്കര കഷ്ടമാണ്. അതിൽ ജസ്റ്റ് ഒരു ട്രിക്ക് പറഞ്ഞാൽ ജയിക്കും. അപ്പൊ നിങ്ങൾ അതുപോലെ കളി കളിച്ച് നിങ്ങൾ തോൽക്കാൻ പോവുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ കളി കളിക്കരുത്. നിങ്ങൾ ജസ്റ്റ് ഫുള്ളി ബാക്ക് അടിക്കുക. അത് നോർമൽ ബാക്ക് അല്ല, ഫുള്ളി ഹോം ടൈമിലേക്ക് പോകണ പോലെ അടിച്ചിട്ട് ഫുള്ളി ക്ലിയർ ചെയ്തിട്ട് ആദ്യം ഫീൽഡിലേക്ക് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ചലഞ്ച് റീ ആയിട്ട് കളിക്കാൻ പറ്റുന്നതായിരിക്കും, ഫ്രീ ആയിട്ട്. പിന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഡെയിലി റിവാർഡായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെബ് സ്റ്റോറിൽ നിന്ന് നിങ്ങൾ EAFC നിങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.
അപ്പോൾ EA സ്പോർട്സിൻ്റെ വെബ് സ്റ്റോർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഡെയിലി റിവാർഡ്. ഒരു തവണ നമ്മൾ ഇവിടെ നമ്മുടെ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യേണ്ടതാണ്. ഇപ്പം എൻ്റെ സൈൻ ഇൻ ആണ്. അക്കൗണ്ട് സൈനിങ് ആയിട്ട് ഇവിടെ ഡെയിലി ബൂസ്റ്റർ ഉണ്ട്. ഇവിടെ അടിയിൽ ലോയൽറ്റി ഗിഫ്റ്റ് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡെയിലി ഗിഫ്റ്റ് ഇവിടെ കിട്ടാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഡെയിലി ഗിഫ്റ്റ് ക്ലെയിം ചെയ്യുകയാണ്. ഇപ്പോൾ ക്ലെയിം ചെയ്തു. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾ ബിലീവർ ഹബ്ബ് എന്ന് അടിച്ചു കൊടുക്കുക. ബിലീവർ ഹബ്ബ് റെഡീം കോഡ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലിങ്ക് കാണാം. അതിലമർത്തിക്കാൻ അതിൽ നിങ്ങളുടെ ഈ അക്കൗണ്ട് ഒന്ന് ലോഗിൻ ചെയ്യണം. നിങ്ങൾക്ക് റെഡീം കോഡ് കിട്ടും. അപ്പം ഞാൻ റെഡീം ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ റെഡീം ചെയ്ത് കാട്ടിത്തരാം. അപ്പോൾ ഈ അക്കൗണ്ട് നമ്മളിവിടെ ലോഗിൻ ചെയ്തു. റെഡിപ്ഷൻ കോഡ് നമ്മളിവിടെ അടിച്ചു. മറ്റേ റോബോട്ട് നമ്മൾ വെരിഫൈ ചെയ്തിട്ട് റെഡീം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക്കലി അത് അവിടെ പോയിണ്ടാവും. ഇനി നമ്മൾ നമ്മുടെ FC ഓപ്പൺ ചെയ്യുക. അപ്പോൾ അവിടെ ഇൻബോക്സിൽ വന്നിട്ടുണ്ടാവും ന്യൂ മെസ്സേജസ് പറഞ്ഞാൽ അത് നമുക്ക് ഇൻബോക്സിൽ പോയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇതാണല്ലേ, ഇതൊക്കെയാണ് നമുക്ക് കിട്ടി. ഇപ്പോൾ 1000 ജെംസ് കിട്ടി, എക്സ്ട്രാ ടൈമിന്റെ ഫെസ്റ്റിവിറ്റി ടോക്കൺ കിട്ടി. ബാക്കി ജെംസ് ഇങ്ങനെ കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ജെംസ് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ടോട്ടി ഇവന്റിൽ നിങ്ങൾക്ക് പുതിയ കുറച്ചും കൂടി കൂടിയ സ്ക്വാഡ് ബിൽഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ജെംസ് സ്റ്റോർ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പം എക്സ്ട്രാ ടൈമിലൊന്നും ഇപ്പം അങ്ങനെ ഇപ്പം സ്റ്റാർ സ്കൗട്ട് നമുക്ക് ജസ്റ്റ് സ്റ്റാർ സ്കൗട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഒരു തവണ ചെയ്താണ്. റീഫ്രഷ് ചെയ്യുക. നമ്മുടെ എങ്ങനെയാണെന്ന് കാട്ടാൻ വേണ്ടി ജസ്റ്റ് വീഡിയോ ഇട്ടതാണ്. നിങ്ങൾക്ക് ഇനി ഗെയിം പ്ലേ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്താൽ ഞാൻ ഗെയിം പ്ലേ വീഡിയോസ് ഇടുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഡിവിഷൻ ട്രൈവൽസ് റാങ്ക് ഞാൻ കാട്ടിത്തരാം. ജസ്റ്റ് ഇപ്പം ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതില് വാസം അറ്റാക്കിൽ എനിക്ക് വേൾഡ് ക്ലാസ് 3 ഉണ്ട്. ഹെഡ് ടു ഹെഡിൽ എനിക്ക് FC എത്തണമെന്നുണ്ട്. FC ചാമ്പ്യൻഷിപ്പ് നടക്കണില്ല, കുറവാൻ ശ്രമിക്കുന്നുണ്ട്. Pro 2 ആയിരുന്നു. ഒരു ദിവസം കൊണ്ട് Pro 2 ആയത് വലിയ കാര്യമാണ്. അത്രയൊക്കെ. നിങ്ങൾ പിന്നെ ഈ ക്രോണിക്കൽസിൽ നാഷണൽ സ്റ്റോർ നിങ്ങൾ നേരെ നോക്കണം കേട്ടോ. കാരണം ഇതിൽ നമുക്ക് 117 ഇപ്പോൾ ടോട്ടി ഇവന്റ് വരികയാണ്. നിങ്ങൾക്ക് ഇവിടെ ഇപ്പം 115 മാക്സിമം OVR. ടോട്ടി ഇവന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 117 വരെ പ്രൈസിനെ കിട്ടും. അപ്പോൾ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ എൻ്റെ ഇപ്പോൾ സെൻറ്റർ ബാക്ക് അത്യാവശ്യം ആയതുകൊണ്ട് ഞാൻ ഒരു സെൻറ്റർ ബാക്ക് എടുത്തു. ഇനി എനിക്ക് ടോക്കൺ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ സ്റ്റോറിന് പോയി ക്ലെയിം ചെയ്യുക. അതിലത്തെ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാച്ച് കളിച്ച് നിങ്ങൾക്ക് ഡെയിലി ഒരു മാച്ച് കിട്ടും. ചിലപ്പോൾ ജെൻസിനും ആകെ അത് ഈ ഒരു ഷാർഡായിരിക്കാം. ഇനി ഇവിടുന്ന് നമുക്ക് 300 കിട്ടും. ഇനി ഇവിടുന്ന് നമുക്ക് പ്ലേയേഴ്സിനെ കിട്ടും നമുക്ക്. ഇപ്പം ഇവിടുന്ന് 113 തൊട്ട് 150 വരെയുള്ള പ്ലേയേഴ്സിനെ നമുക്കിവിടെ കിട്ടും. നിങ്ങൾ ഡെയിലി ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് 600 ടോക്കൺ കിട്ടും. ഇങ്ങനെ നിങ്ങളൊരു ഐഡിയ പറഞ്ഞിട്ട്, അതായത് നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു ഗൂഗിൾ അടുത്ത് വെച്ചിട്ട് ആ ഫോണിൽ ഈ ക്വസ്റ്റ്യൻസ് അടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആൻസറും കിട്ടും, അതിൻ്റെ ടോക്കൺ നമുക്ക് ഫുള്ളായിട്ട് കിട്ടുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ അവിടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള പുതിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.